ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു മുട്ട ഉപയോഗിച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മളെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ 2-3 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കി കൊടുക്കാനും പറ്റും. അത്രയും ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. എന്നാൽ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ചൂടാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ഈ ഒരു മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ ഇവിടെ ഒരു ഓംലെറ്റാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓംലെറ്റ് റെഡിയായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്കൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് 1/2 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതേ അളവിൽ തന്നെ 1/2 കപ്പ് മൈദയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും നമ്മുടെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനെ കലക്കിയെടുക്കുക. നമ്മൾ ഓംലെറ്റ് വെച്ചിട്ടുള്ള ഒരു ബജിയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് മാവ് കലക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓംലെറ്റ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പീസ് എടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ മുക്കിയിട്ട് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് കൊടുത്താൽ മതി. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ക്രിസ്പി ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാനിത് മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മുട്ട വെച്ചിട്ട് നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയായിട്ട് വരാം. താങ്ക് യു.